പെൺകുട്ടിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു ലളിത മനസ്കയായി. ഭാഗ്യവശാൽ ഒരു ദയയുള്ള മനുഷ്യൻ 5 വർഷമായി അവളെ സംരക്ഷിക്കുന്നു. പുരുഷന്റെ വ്യക്തിത്വം മറ്റുള്ളവർ മനസ്സിലാക്കുമെന്ന് കരുതിയ ബട്ട്ലർ പെട്ടെന്ന് തന്നെ ഒരു വീൽചെയർ കൊണ്ടുവരുന്നു. ആ പുരുഷന് എല്ലാ ദിവസവും ഒരു വികലാംഗനായി അഭിനയിക്കേണ്ടി വന്നു. പെൺകുട്ടി നടന്നു പോകുമ്പോൾ വീട്ടുജോലിക്കാർ അവളെക്കുറിച്ച് ഗോസിപ്പുകൾ പറയുന്നു. എന്തിനാണ് ഇത്രയും മണ്ടിയായ ഒരു പെൺകുട്ടിയെ അയാൾ പരിചരിക്കുന്നതെന്ന് അവർ അടക്കം പറയുന്നു. ബട്ട്ലർ അവർ പറയുന്നതെല്ലാം കേൾക്കുന്നു. അയാള് ജോലിക്കാരികളെ വീടിന് പുറത്താക്കുന്നു. അവരൊരു വിരുന്നിന് പങ്കെടുക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഇന്നത്തെ ദിവസം ആരൊക്കെ നിന്നോട് ഒപ്പിടാൻ ആവശ്യപ്പെട്ടാലും നിനക്ക് ഒപ്പിടാനുള്ള അനുവാദമില്ല. നീ ഒപ്പിട്ട് കൊടുത്താൽ ഞാൻ നിനക്കൊരു മിഠായിയും വാങ്ങിത്തരില്ല. അവൾ ഉടൻ തന്നെ തന്റെ കയ്യിലിരിക്കുന്ന മിഠായി എടുത്ത് ആ പുരുഷന് കൊടുക്കുന്നു. തന്റെ മുൻപിലെ സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടപ്പോൾ അവളെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുമെന്ന് അയാൾ പ്രതിജ്ഞയെടുക്കുന്നു. താമസിയാതെ അവർ ഹോട്ടൽ കവാടത്തിന്റെ മുൻപിലെത്തുന്നു. പെൺകുട്ടി ക്ഷീണത്താൽ ഉറങ്ങിപ്പോകുന്നു. സമീപത്തുള്ള ഒരു ദുഷ്ടയായ സ്ത്രീ അവളെ ശ്രദ്ധിക്കുന്നു. കാറിൽ നിന്ന് അവളെ പുറത്തേക്ക് വലിച്ചിറക്കാൻ അവൾ അംഗരക്ഷകരോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അംഗരക്ഷകൻ അവളെ പുറത്തേക്കിറക്കുന്നതിനിടയിൽ അവളുടെ തല കാറിന്റെ സൈഡിൽ ഇടിക്കുന്നു. ആ സമയം അവളുടെ ഉള്ളിലുള്ള അവളുടെ ഓർമ്മകളെല്ലാം പതിയെ പതിയെ കടന്നു വന്നു. പെൺകുട്ടി ഒരു കോടീശ്വരിയായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ ഭർത്താവ് അവളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നു. അങ്ങനെയാണ് അവൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടത്. അപ്പോൾ അവൾക്ക് ഓർമ്മ തിരികെ കിട്ടിയപ്പോൾ അവൾക്കുള്ളതെല്ലാം അവൾ തിരിച്ചു പിടിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നു.